പി ആർ ശിവശങ്കർ നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു. ശ്രീ പി ആർ ശിവശങ്കർ, ഇവിടെ ഇപ്പോൾ തർക്കം ചിത്രങ്ങളെ ചൊല്ലിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്തിട്ടുള്ള സർക്കാർ പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നതും സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നതുമായ ചിത്രങ്ങൾ ചേർത്ത് വെച്ച് ഇറക്കിക്കൊണ്ട് ഇവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു കാര്യം, ഈ ചിത്രങ്ങൾ വന്നു എന്നുള്ളത് അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, നമ്മളെല്ലാവരും കേട്ടല്ലോ, കൊടുത്തിയാളും ഒരുമിച്ച് മനസ്സിലായി, താങ്കൾ പറഞ്ഞ എല്ലാവരും കേട്ടല്ലോ. ശ്രീ പി ആർ ശിവശങ്കർ, ആ ചിത്രം വേറെ പി ആർ ശിവശങ്കർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധനയ്ക്ക് ഇറങ്ങിയിരിക്കുന്നു. പലരുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാനും അല്ലെങ്കിൽ അത് മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു. ED വന്നപ്പോൾ കേരളത്തിലെ ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു EDയുടെ ഇപ്പോഴത്തെ സാന്നിധ്യം സംശയകരമാണ് എന്നാണ്. നിലവിലെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും EDയുടെ വരവും ഒക്കെ SITയിലൂടെ സത്യം തെളിയില്ല എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SITയിൽ സമ്മർദ്ദമുണ്ടാക്കുന്നു മുഖ്യമന്ത്രി എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം BJP മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? നോക്കൂ ജയേഷൻ, ഞാൻ ഈ വിഷയത്തെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇപ്പോൾ താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം ചിത്രങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ SITയുടെയും EDയുടെയും കാര്യത്തിലേക്ക് കിടക്കാം. ചിത്രങ്ങളെക്കുറിച്ചിട്ടാണെങ്കിൽ ചിത്രങ്ങളല്ല യഥാർത്ഥ പ്രശ്നം. ചിത്രങ്ങൾ ചൂണ്ടുപലകൾ മാത്രമാണ്. കുറ്റവാളിയിലേക്കും പ്രതികളിലേക്കും ചൂണ്ടുപലകളാണ് ഈ ചിത്രങ്ങൾ. അതിൽ നിന്ന് ചില രഹസ്യങ്ങൾ, ചില മുന്നേറ്റത്തിലേക്കുള്ള സാധ്യതകളെല്ലാം കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചിത്രത്തിലുള്ള പ്രതികളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതികളാകാൻ സാധ്യതയുള്ളവരെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും അന്വേഷിക്കണം. എത്തരത്തിലാണ് ഈ ചിത്രങ്ങൾ വന്നത്? ഏതായാലും സോണിയാഗാന്ധിക്ക് ഈ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് കയറ്റി ആ ഫോട്ടോ എടുക്കുന്ന പാരമ്പര്യമുണ്ട് എന്ന് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ മടിയുണ്ട്. എനിക്ക് തോന്നുന്നില്ല സന്ദീപ് വാര്യർക്ക് ഇതുവരെ ഒരു ഫോട്ടോ സെഷൻ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് അവർ വാരൻ ആൻഡേഴ്സണെയും കൊത്രോച്ചിയൊക്കെ വിളിച്ച് കയറ്റി ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊന്നും അവർ സാധാരണ ആരെയും ഫോട്ടോ എടുക്കുന്നില്ല. 2014 അത് കാര്യമായി സുരക്ഷയൊക്കെ ഉണ്ടായിരുന്ന മറ്റുള്ള ഗവൺമെൻറ്റൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരാളെയും കയറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല. 2014 ഫോട്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഫോട്ടോകൾ ഒരു ചൂണ്ടുപലകകൾ മാത്രമാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ് BJPയുടെ അഭിപ്രായം. രണ്ട്, ഞാൻ ഇത് താങ്കളുടെ ചോദ്യമായിട്ടല്ല, പക്ഷേ ഇത്തരം ഒരു നിയമസഭകളിലേക്ക്, അസംബ്ലിയിലേക്ക് ജനങ്ങളെ തിരഞ്ഞെടുത്ത് മെമ്പർമാരെ തിരഞ്ഞെടുത്ത് വിടുന്നത് അവിടെ ഈ പറയുന്ന സംസ്ഥാനത്തെ പ്രമാദമായ കേസുകളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും ആ ചർച്ചയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയുവാനുമുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ ഇരു പാർട്ടികളും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, ഈ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അപമാനിച്ചിരിക്കുന്നു, അവഹേളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കോൺഗ്രസ്സിന് അസംബ്ലിയെയും ജനാധിപത്യത്തെയും ചർച്ചകളെയും ഭയമാണ് എന്നതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ആ ചോദ്യത്തിൽ SIT ഇവിടെ ഒരു അന്വേഷണം നടത്തുമ്പോൾ എന്തിനാണ് EDയുടെ അന്വേഷണം എന്നുള്ളതാണ് താങ്കളുടെ ചോദ്യത്തിൻ്റെ രത്നചുരുക്കം. നോക്കൂ ഗോപികൃഷ്ണൻ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും SIT ഇത്രയും നാളത്തെ അന്വേഷണമായി കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പൊതുവെ ആർക്കും എതിരഭിപ്രായമില്ല. ഇതിൽ അറസ്റ്റുകൾ ഇഴയുന്നു അല്ലെങ്കിൽ അന്വേഷണം ഇഴയുന്നു എന്നുള്ള കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ചിലരെ ചോദ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ മുൻ ഇവിടുത്തെ ദേവസ്വം മന്ത്രിയെ ആയ കടകംപള്ളിയെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്ന വാർത്തകൾ മാത്രം വരുന്നില്ല. അത്തരത്തിലുള്ള പല ആരോപണങ്ങളും സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ ചെറിയ രീതിയിലെങ്കിലും നിയന്ത്രിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ പലർക്കുമുണ്ട്. എങ്കിലും സംസ്ഥാനത്തെ ഹൈക്കോടതി തന്നെ മുൻപിൽ വെച്ച് നടത്തുന്ന, കീഴിൽ വെച്ച് നടത്തുന്ന ഈ അന്വേഷണത്തെക്കുറിച്ച് പൊതുവെ എതിരഭിപ്രായമില്ല. പക്ഷേ ഈ അന്വേഷണത്തിൽ ഇതുവരെയായിട്ടും ഈ സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചെടുക്കുവാനോ ഇത് ആരുടെ അടുത്താണോ എന്നുള്ള കാര്യമായ മുന്നോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്വർണത്തെക്കുറിച്ചിട്ട് വെറും 35 കിലോ മാത്രമല്ല, ഇതിന് വലിയ ഇതിൻ്റെ ഒരു ആർക്കിയോളജിക്കൽ വാല്യൂ അത് 500-1000 കോടിയൊക്കെ ആകാം എന്നുള്ള ആരോപണമല്ല. അത് ഹൈക്കോടതിക്ക് തന്നെ അത്തരമുള്ള ഒരു വിശ്വാസമുണ്ട്, അവർക്ക് അത്തരത്തിലുള്ള ആക്ഷേപമുണ്ട്. അതുകൊണ്ട് ഈ വലിയൊരു വാല്യൂ ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ ഒരു PMLA ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. അത് തീർച്ചയായിട്ടും അത് വെളുപ്പിക്കാൻ ലോണ്ടറിങ് നടന്നിട്ടുണ്ടാകാം. അതിനെല്ലാം സാധ്യതയും അതിനുള്ള അതിനുള്ള നിയമപരമായ അവകാശം
തീർച്ചയായിട്ടും ഇ ഡിക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇ ഡിയുടെ കീഴിലാണ് ഇത്തരത്തിലുള്ള മണി ലോണ്ടറിങ് വിഷയത്തെക്കുറിച്ച് PMLA ആക്ടിന് വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായും ഇതിൽ മണി ലോണ്ടറിങ് വന്നിട്ടുണ്ട് എന്ന് തന്നെ ഹൈക്കോടതിക്ക് സംശയമുണ്ട്. ഹൈക്കോടതി തന്നെയാണ് ആ ഓർഡറുകളെല്ലാം അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചതും ആ പേപ്പേഴ്സൊക്കെ. അതുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണം തീർച്ചയായും ആവശ്യമാണ്. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ചോദിച്ചു. ഇപ്പൊ താങ്കൾ പറഞ്ഞത് ഈ ചിത്രങ്ങൾ വെച്ച് നടക്കുന്ന പ്രചാരണങ്ങളുടെ കാര്യത്തിൽ അതിനൊന്നും നിസ്സാരമായി കാണാൻ കഴിയില്ല, അതൊക്കെ ഓരോ ചൂണ്ടുപലകകളാണെന്ന് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ജയിലിൽ കഴിയുന്നവരൊക്കെ തന്നെ അതിൽ ഏറിയ പേരും CPM-മായി ബന്ധമുള്ളവരും അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗമായി നിന്നവർ, അതായത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ ആ ഭരണകാലത്തെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമാണ്. ഇപ്പോൾ ഇനി കടകംപള്ളി സുരേന്ദ്രൻ അന്നത്തെ ദേവസ്വം മന്ത്രിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. കാരണം ഡിസംബർ 28-ന് കടകംപള്ളി നൽകിയ മൊഴിക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഉണ്ടെന്നും അത് പരിശോധിക്കപ്പെടേണ്ടതാണെന്നും പോറ്റിയുമായുള്ള ബന്ധം അത് സാമ്പത്തിക ഇടപാടുകളിലേക്ക് മാറിയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ SITയുടെ പരിശോധനയുടെ അല്ലെങ്കിൽ SITയുടെ റഡാറിലുള്ള കാര്യങ്ങളാണ്. BJP പറയുന്നത് ഇതേ അളവിൽ ഇതേ തോതിൽ തന്നെ സോണിയാഗാന്ധിയുടെ ചിത്രത്തിന്റെ വെളിച്ചത്തിൽ അടൂർ പ്രകാശും ഈ ആന്റണിയും ഒക്കെ സാന്നിധ്യമുള്ള സാഹചര്യത്തിൽ അതും ഇതേ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. രണ്ടുപേരിലേക്കും തുല്യമായി സംശയങ്ങൾ നീണ്ടുപോകുന്നു എന്നതാണോ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള ഒരു വിലയിരുത്തലായി അത് മാറില്ലേ? അങ്ങനെയല്ല ഗോപികൃഷ്ണൻ, അത് അത്തരം അന്വേഷണങ്ങൾ നടത്തില്ലെങ്കിൽ ഈ നടക്കുന്ന അന്വേഷണങ്ങൾ ഏകപക്ഷീയമാണെന്നും അത് ഒരു കാലഘട്ടത്തിലെ മാത്രം അന്വേഷണത്തെ അല്ലെങ്കിൽ അഴിമതിയെയും തട്ടിപ്പിനെയും കൊള്ളയെയും കുറിച്ച് മാത്രമാണ് എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് പരത്താൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അങ്ങനെ എളുപ്പമൊന്നും എത്തിപ്പെടാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കേരളത്തിലെ കോൺഗ്രസ്സുകാർ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ്സുകാരുടെ സുഹൃത്തുക്കളായി എനിക്കറിയാം, അവർക്ക് അങ്ങനെയൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു 2 MP-മാരുടെ സ്വാധീനത്തിൽ, ആൻ്റോൻ്റെയും അതേപോലെ തന്നെ ഇപ്പോൾ UDF കൺവീനറായിട്ടുള്ള അടൂറിൻ്റെയും സാന്നിധ്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു നീക്കുപോക്ക് ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ ബെല്ലാരിയിലെ തിരഞ്ഞെടുപ്പ് കാലഘട്ടം മുതൽ ബന്ധമുള്ള ജുവല്ലറി ഉടമകൾക്ക് എങ്ങനെ ഇതുമായിട്ട് ബന്ധം വന്നു? അപ്പോൾ ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ് തീർച്ചയായും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇത് വെറും ചൂണ്ടുപലകൾ മാത്രമാണ്. പക്ഷേ അത് ഒരു ഫോട്ടോയിൽ വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അന്വേഷണമോ പ്രതികളോ ആവാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, സൂചനകളാണ് എങ്കിൽ അന്വേഷണം അങ്ങോട്ട് പോകണം. ഒരൊറ്റ മിനിറ്റ് കൂടി ഞാൻ പറയാം. പക്ഷേ ഇത് മാത്രമല്ല കോൺഗ്രസ്സുകാർക്കെതിരെയുള്ള ആരോപണം. നമുക്കറിയാമല്ലോ, ഇവിടെ കോൺക്രീറ്റിൻ്റെ കൊടിമരമാണ് ഉണ്ടായിരുന്നത് എന്ന് ഉറപ്പായിട്ടും എന്തിനാണ് ആ കൊടിമരങ്ങൾ വരെ പൊളിച്ച് അല്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റണമെന്നും അത്തരത്തിലുള്ള ഒരു പുതിയ അവിടെ ഒരു സ്വർണത്തിൻ്റെ പാളികൾ വെച്ചിട്ടുള്ള കൊടിമരം സൃഷ്ടിക്കണമെന്നുമുള്ള ആവശ്യം ഈ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലുണ്ടായത്? അത് നമുക്കറിയാമല്ലോ. അജയ് തറയിലുള്ള ആളുകളെല്ലാം അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ മുതലുള്ള വലിയ തട്ടിപ്പുകൾ, സ്വർണ്ണപ്പാളി, അത് സ്വർണത്തിൻ്റെ കൊടിമരം തന്നെ മോഷ്ടിച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിലും അജയ് തറയിലായാലും അത് മരിച്ചുപോയ പാവം പ്രയാർ ഗോപാലകൃഷ്ണനെ തലയിൽ കെട്ടിയേൽപ്പിക്കാനായാലും മരിച്ചുപോയാലും അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രയാറായാലും പ്രയാറിൻ്റെ കൂടെയുള്ള മറ്റ് കമ്മിറ്റി അംഗങ്ങളായാലും തീർച്ചയായിട്ടും അന്വേഷണം പോകണം. അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.